സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. ഇത് ജീവനുള്ള സാധനമാണ്. ഈ സാധനമാണ് നമ്മളെടുത്ത് കഴിക്കാൻ പോകുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കോ? എടാ നിന്നെ കല്യാണം കഴിച്ചു, പാലിട്ടാ കല്യാണം കഴിച്ചെന്നാ. ഗുഡ് മോർണിംഗ് ഗായ്സ്. നെക്സ്റ്റ് ഡേ ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്നും പുറത്തിറങ്ങി. അയ്യോ ഇന്നലെ ചേട്ടൻ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങി കേട്ടോ. എനിക്കങ്ങനെ ഉറങ്ങുമ്പോൾ വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഉറങ്ങി ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും എന്തോ ഭയങ്കര സൗണ്ട്. ഞാൻ പേടിച്ചു പോയി. ഭയങ്കര സൗണ്ട് നോക്കിയപ്പം ശ്രദ്ധിച്ച് പിന്നെ ബോധം വന്ന് ഓർത്ത് നോക്കിയപ്പോഴാണ് അത് 2 പൂച്ചകൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടായിരുന്നു കേസ്. ഞാൻ പേടിച്ചു പോയി. പൂച്ചകൾ അടി ഉണ്ടാക്കുന്ന സൗണ്ട് കേട്ടിട്ട്. അയ്യോ ഇത് പറയണ്ട. ശരിക്കും ഇവിടെ ഞാൻ ഈ താമസിക്കുന്ന ഏരിയ എനിക്കിവിടെ ഇത്രയും ചീപ്പായിട്ട് കിട്ടിയതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഏരിയ ഈസ് നോട്ട് ദാറ്റ് സേഫ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചീപ്പായിട്ട് കിട്ടിയത്. ഞാൻ നിൽക്കുന്ന ചേട്ടൻ എന്നോട് പറഞ്ഞാണ് ഇവിടെ നിൽക്കേണ്ട, വേറെ എവിടെയൊക്കെ പോയി നിൽക്കാമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഞാൻ ഇവിടെ ബുക്ക് ചെയ്തല്ലോ, ഓൾറെഡി പേയ്മെൻറ്റ് കൊടുത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചീപ്പായിട്ട് കിട്ടിയത്. ഇതൊരു വീടാണ്, ഒരു ബിൽഡിങ്ങാണ്. അവിടെ ഒരു വീടുണ്ട്, അവിടെ കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്തുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കാണുന്ന സ്ഥലം ഒരു 2 മിനിറ്റ്സ് ഇവിടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലേക്ക് എത്തി. പിന്നെ ഇവിടെ അപ്പുറത്തൊക്കെ ഇതുപോലെ എന്നെ പോലെ താമസിക്കുന്ന 1-2 ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വലിയ മോശം റിവ്യൂ ഒന്നും കണ്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. സോ നമ്മൾ ജസ്റ്റ് ബീച്ച് സൈഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 2 മിനിറ്റ് നടന്ന് ബീച്ചിലേക്ക് പോലും എനിക്ക് പോകാൻ പേടിയായി. കാരണം ഇവിടുത്തെ ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ, കാരണം അവരല്ലേ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ. എന്തായാലും ഞാനിങ്ങനെയൊന്നും അല്ല എക്സ്പെക്ട് ചെയ്തത്. ഇതൊക്കെ ബ്രിട്ടൻ്റെ സ്ഥലം തന്നെയാണോ? ഗുഡ് മോർണിംഗ്. ഹായ്, ഹൗ ആർ യു? ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് നമ്മുടെ ഏതൊക്കെയല്ലേ? അതിവിടെ കിട്ടും. ഇതെവിടെ നിന്ന്? ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഇവിടെ മെയിൻ ഭക്ഷണം. ഇത് നമ്മുടെ നേന്ത്രം. പക്ഷെ ഇത് വ്യത്യാസമുണ്ട്. മിക്കവാറും ഇത് എവിടെ നിന്ന് വരുന്നതായിരിക്കും? ഇവിടെ ഡൊമിനിക്കൽ ഒന്ന് വരും. അവിടെ കൃഷിയുണ്ട് അത്യാവശ്യം അല്ലേ? അത് ശരി. കപ്പ ഈസ് ഓൾസോ ഡിഫറെന്റ്, പക്ഷെ എന്നാലും സെയിം ആണ്. കപ്പ അതെന്തോ സാധനം? കാച്ചില്ല, ചേമ്പോ? കണ്ടിച്ചേമ്പ്. കണ്ടിച്ചേമ്പ്, ഇത്രയും വലിയ കണ്ടിച്ചേമ്പോ? ഇവിടുത്തെ പ്രശ്നമല്ലേ? ഐലൻഡേഴ്സ് കൂടുതലും ഹെൽത്തി. ഐലൻഡേഴ്സ് കൂടുതലും ഇങ്ങനെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. കണ്ടിച്ചേമ്പ്, ചെറിയ ചേമ്പ്, ഫ്രഷ് ബേ ലീഫ്, ബേസില്, മിനി ഫ്രഷ് ഹെർബ്, പിന്നെ ഇതൊന്ന് മറ്റേത് റോസ്മേരി. അതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വരുന്നുണ്ടല്ലോ. ഞാൻ അമേരിക്ക പോയപ്പോൾ ഒരു നാരങ്ങയ്ക്ക് $1 കൊടുത്ത് വാങ്ങിച്ചായിരുന്നു. അമേരിക്ക അല്ല, ബർമുഡ പോയപ്പോൾ ഒരു നാരങ്ങ $1, ഒറ്റ നാരങ്ങ. ഇതൊക്കെ ഇന്ന് വൈകിട്ട് ഗ്രില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഗ്രില്ല്, സലാഡ്, അങ്ങനെ പല പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള സാധനങ്ങളാണിത്. ഇതൊക്കെ എന്തിനാ വാങ്ങിച്ചേക്കുന്നത് ഇത്രയും? ഇത് ഗ്രില്ല് ചെയ്യുമോ? മറ്റേ പ്ലാന്റേൻ ഉണ്ടാക്കാനാണോ? ഏത്തൊക്കെ ഗ്രില്ല് ചെയ്യാനാണോ? ഇത് സാധനം വാങ്ങാൻ പോയതാ. ഗ്രില്ലുണ്ട്. ഇനിയില്ല. രാവിലെ ദോശ, ചമ്മന്തി, സാമ്പാറുണ്ട്, മീൻകറി ഉണ്ട്. ഇത് അടിപൊളിയാണല്ലോ. നമ്മൾ ഒരു വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. ദോശയെല്ലാം കഴിച്ച് ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. മനോഹരമായ സ്ഥലം. ചേട്ടാ ഇവിടെ സ്ഥലം വിൽക്കാനുണ്ടത് 3.7 ഏക്കർ അല്ലേ? 250 ഫീറ്റ് ഓഷ്യൻ ഫ്രണ്ടേജ്, സോണ്ട് ടൂറിസം. കോടികളായിരിക്കും അല്ലേ? കോടികളുടെ ഡോളറിന്റെ കളികളായിരിക്കും. എന്നാ കാറ്റ്, എന്നാ ബ്രീസ്. നോക്കി. വാവ്, അടിപൊളി. ഭംഗിയില്ല? ഇതാണോ ഭംഗിയില്ലാതെ? ഞങ്ങളിതിന്റെ ഭംഗി എന്നൊക്കെയാ പറയുന്നത്. ഇത് ഭംഗിയല്ലേ? അൺഫോർച്ചുനേറ്റ്ലി എനിക്കിവിടെ ഡ്രോൺ പറത്താനായിട്ട് പറ്റത്തില്ല. കാരണം ഇത് എയർപോർട്ട് സോണാണ്, ഓതറൈസേഷൻ സോണാണ്. സോ യു കനോട്ട് ഫ്ലൈ ഡ്രോൺ ഹിയർ. എനിക്ക് ഇറങ്ങാനൊക്കെ, ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഇറങ്ങാനൊക്കെ എനിക്ക് പേടിയാണ്. നമുക്ക് നോക്കാം. എന്നാലും ഇവിടുത്തെ ഭംഗി എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഈ കാണുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ കളറാണ്. പിന്നെ അങ്ങ് ദൂരെ കുറേ വില്ല പ്രൊജക്റ്റുകളുണ്ട്. പിന്നെ അങ്ങ് ഇത്രേ ഉള്ളൂ. ഇത് ഐലൻഡിൻ്റെ ഒരു അറ്റമാണെന്ന് തോന്നുന്നു കാണുന്നത്. പിന്നെ ഇവിടെ കുറച്ച് മലകളുണ്ട്. ആ മലകളുടെ മേളിൽ കാക്ടസ് ഒക്കെ നിൽപ്പുണ്ട്. ലാൻഡ് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന കണ്ടല്ലോ. അയ്യേ അടിപൊളിയല്ലേ? ഈ പുള്ളിക്ക് ഈ ഐലൻഡിൽ എല്ലാവരും അറിയോ? പക്ഷെ ആർക്കറിയില്ല ഞാനാ ഭാര്യ. എനിക്ക് കുറെ ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവരൊക്കെ കൂടെ നടക്കേ. ആർക്കറിഞ്ഞൂടാ. പക്ഷെ ജോബിയുടെ പേര് പറഞ്ഞാൽ നമ്മള് സേഫ് ആണ്. പുള്ളിക്കും അതുപോലെ കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെയല്ല,
ഇല്ലല്ലേ? എനിക്ക് ആള് ഭയങ്കര ആണല്ലേ? ആണല്ലേ? ഫ്ലൈറ്റ് കൊണ്ടുവരാ. ആ, വിമാനം പോകുന്നു, അതാണ് ഇവിടെ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്തത്. യെസ്, ഇത് വിമാനം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് ലാൻഡ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ്. ആ, വെയിൽ വരുമ്പോഴാണ് ആ വെള്ളത്തിന്റെ കളർ അങ്ങോട്ട് മാറുന്നത്. അയ്യോ, ശരിക്കും അതെ കേട്ടോ. ശരിക്കും ആ ആകാശത്തിന്റെ കളറ് മാറി വെയിലിന്റെ കാഠിന്യം ഇങ്ങനെ വന്ന് പോകുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിൻ്റെയൊക്കെ കളറ് അങ്ങോട്ട് മാറി മറിഞ്ഞ് വരുന്നത്. ഇതെനിക്ക് ഇതിൻ്റെ ഡ്രോൺ വിഷ്വൽ കാണിക്കാതെ എനിക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ കളർ കാണിക്കാൻ പറ്റുകയല്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിള്ളേരൊക്കെ ഇറങ്ങി താഴെ ഇരിക്കുന്നുണ്ട്. ഇവർക്കൊരു പേടിയില്ലേ? എനിക്കാണെങ്കിൽ ഇത് തെന്നുമോ എന്നുള്ള പേടിയാ. പേടിയില്ല? ഓ വാ, ഇതുണ്ടോ നോക്കി. ഇത് കണ്ടില്ലേ? ഇത് നമ്മുടെ വോൾക്കാനിക് സ്റ്റോൺ ആണ് കേസ്. നോക്കിയാ കണ്ടോ? ഇതൊക്കെ പണ്ട് ഈ പറഞ്ഞ പോലെ വോൾക്കാനോ ഇറപ്ഷൻ ഉണ്ടായിട്ടുണ്ടായ സംഭവങ്ങളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈം സ്റ്റോൺ ആണല്ലേ? എൻ്റെ മോളെ താഴെ വീഴും, അതിനകത്ത് വീണ തീർന്ന്. എന്തായാലും സംഭവങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും വലിയ കടലിൻ്റെ നടുവിൽ കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നു, അല്ലെങ്കിൽ ഉണ്ടായി നിൽക്കുന്നു. ഇതൊക്കെ എത്ര വർഷം കൊണ്ട് ഏതൊക്കെ കാലത്ത് എങ്ങനെയൊക്കെ ഉണ്ടായ ദ്വീപുകളായിരിക്കും അല്ലേ? അവർക്കൊന്നും ഒരു പേടിയില്ല കേസ്. നിൽക്കുന്നുണ്ടോ നോക്കി, കല്ല് പറഞ്ഞുകൊണ്ട് അവിടെ കണ്ടോ നോക്കി. കടൽ തീരത്ത് വീടുകൾ ഉണ്ടാക്കി. ശരിക്കും ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്. ഇവിടെ വ്യൂ ഉള്ള സ്ഥലങ്ങളെല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതുപോലെ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങൾ കൊടുക്കുന്നു, അവിടെ വീട് പണിയാൻ പെർമിഷൻ കൊടുക്കുന്നു. അതാണ് സംഭവം. കടൽ തീരത്തൊക്കെ എന്തൊക്കെ കൺസ്ട്രക്ഷനാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാം എല്ലായിടത്തും. ഇവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് കടലല്ലേ. സോ ദേ ഏൺ മണി ഫ്രം ദാറ്റ്, ദേ മേക്ക് മണി ഫ്രം ദാറ്റ്. നമുക്ക് ഡ്രോൺ പറത്താൻ പറ്റുന്നില്ല. സോ വി ഗോ അപ്പ് ടു ദിസ് മല ആൻഡ് വി സീ വാട്ട് ഇസ് ദ വ്യൂ ഫ്രം ദെയർ. കണ്ടോ കാക്ടസ് കണ്ടോ ഇവിടുത്തെ? ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാക്ടസ് ആട്ടോ. പൂവുണ്ടാവും ഇതിൽ, നല്ല ഭംഗിയായിരിക്കും പൂവുണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട്. ഈ ഭാഗത്ത് നല്ല കാറ്റടിക്കുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കാം വലിയ ഉയരമുള്ള ചെടികളോ അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല. തെങ്ങൊക്കെ ഉള്ളത് വേറെ സൈഡിലാണ്, ബീച്ചുള്ള സൈഡിലാണ് കൂടുതലും തെങ്ങുകളുള്ളത്. കയറിയത് വേർത്തായി കേട്ടോ. കേട്ടോ വ്യൂ നോക്കിയാൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന്. പക്ഷേ എനിക്ക് ഈ കടലിൻ്റെ കളറ് എനിക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും കാണുന്ന കളറല്ല എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ കാണുന്നത്. ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ടർക്സ് ആൻഡ് കൈക്കോസിലെ ഓരോ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയാണ് ഞാൻ ആ മലമുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രോൺ പറത്താൻ പറ്റുമായിരുന്നു, ഈസി ആയിരുന്നു വേസ്. ഡ്രോൺ പറത്തി വിട്ടാൽ മതിയായിരുന്നു, നമ്മൾ കഷ്ടപ്പെടണ്ടായിരുന്നു. ഇവിടുത്തെ എങ്ങനെയുണ്ട്? ഇത് കഴിഞ്ഞ ദിവസം ബഹാമസിൽ നിന്ന് നോയിൽ വാങ്ങി തന്നാ അടിപൊളിയല്ലേ? നല്ല കളർഫുൾ ഉടുപ്പ്. ഓ, ഇത് കയറി അവിടെ എത്തുന്നില്ല. ബട്ട് ദെൻ ഇറ്റ്സ് നൈസ്. യു കമ്മിങ് ഹിയർ ഫസ്റ്റ് ടൈം? നോ? ഗ്രേറ്റ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മേളിൽ കയറി വന്നപ്പോഴത്തേക്കിന് നമുക്കിവിടെ അതായത് ചുറ്റും കടൽ കാണാം. കണ്ടോ നോക്കിയാൽ അങ്ങ് ദൂരെ ഇവിടെ എല്ലാം നമുക്കിങ്ങനെ കടൽ കാണാം. ഇനി അറ്റത്തും കടൽ കാണാം. പിന്നെ അങ്ങ് ദൂരെ നമുക്ക് വീടുകളൊക്കെ കാണാം. യെസ്, ഒരു 180 ഡിഗ്രി ആംഗിളിൽ നമുക്ക് കടൽ കാണാം. വാ, അടിപൊളി. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ ഉള്ളിലായിരുന്നു. അപ്പോൾ ആ റെസിഡൻഷ്യൽ ഏരിയയുടെ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഓരോ ഏരിയ ഇവരിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അതുകൊണ്ട് ഈ കാണുന്ന സ്ഥലമൊക്കെ കംപ്ലീറ്റ് ഒരു റെസിഡൻഷ്യൽ ഹൈ എൻഡ് ലക്ഷറി എൻഡ് സ്ഥലമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. കണ്ടോ, അതിൻ്റെ വർക്കാണ് ഇവിടെ ഫുള്ള് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ വാവ്, ഇത് നമ്മൾ നേരത്തെ കണ്ട സ്ഥലം അവിടെ അല്ലേ നമ്മൾ പോയത് അല്ലേ? അതിൻ്റെ ഇപ്പുറത്ത് കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. ഈ ഞങ്ങളിപ്പോൾ വേറൊരു വ്യൂ പോയിന്റിൽ വന്നതാണ്. ഇങ്ങനെ തിരയടിച്ച് കിടക്കുന്നുണ്ട് കടല്. ഇത്ര ചെറിയൊരു ഐലൻഡ് ആയിട്ട് പോലും ഇവിടെ ഇനി എന്തോരം സ്ഥലങ്ങൾ കിടക്കണമെന്നറിയോ, വെറുതെ കിടക്കണമെന്നറിയോ. സോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ദ വേൾഡ് ഫേമസ് കോങ് ഷാക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. സോ കോങ് എന്ന് പറയുന്നത് ഈ ഷെല്ലിനകത്തെ ഒരു പർട്ടിക്കുലർ സംഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് എടുത്തവർ കുക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓ വാവ്, ടയറൂഞ്ഞാൽ പിള്ളേർ സിനിമ. ഇവിടെ ആരും ഇല്ലല്ലേ? ഓഫ് സീസൺ ആണോ? അതുകൊണ്ടല്ലേ ആരും ഇല്ലാത്തേ. പ്ലീസ് വെയിറ്റ് ടു ബി സീറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് കൊള്ളാമല്ലോ, നല്ല അടിപൊളി സ്ഥലമാണല്ലോ. കിടില സ്ഥലം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ബീച്ച് സൈഡിലുള്ള ഒരു കിടിലൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ കടലിലിറങ്ങാം. പിന്നെ കടലിന് സമീപത്ത് തന്നെയുള്ള വളരെ ഷാലോ ബീച്ച് ആയിട്ടുള്ള ഒരു സ്ഥലം. ഇവിടൊക്കെ നിറച്ച് ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ ഹരിക്കെയിൻ സീസൺ ആയതുകൊണ്ടും വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇവിടെ ഇപ്പം വിജനമാണ്. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്കിനും ആൾക്കാരൊക്കെ വരുമായിരിക്കും, ലോക്കൽസും ടൂറിസ്റ്റും അങ്ങനെ എല്ലാ ടൈപ്പ് ആൾക്കാരും വരുന്ന ഒരു കിടില സ്ഥലം. ഇവിടുത്തെ ആംബിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിൽ ഈ കാണുന്ന സ്ഥലത്ത് നമ്മുടെ ശംഖില്ല, ഇത് ഇരിക്കുന്ന ശംഖ് കണ്ടോ, ഈ ശംഖിനുള്ളിലുള്ളൊരു സാധനമാണ് ഈ കോങ് ഷെൽ എന്ന് പറയുന്ന സംഭവം, ഈ കാണുന്ന ശംഖ്. അപ്പോൾ ഇത് ഇവർ ഈ കാണുന്ന വള്ളത്തിൽ കയാക്കിൽ ഇതിൻ്റെ കടലിലേക്ക് പോയിട്ട് ആ കോങ് എടുത്തുകൊണ്ട് വന്നിട്ട്, കോങ് ഷെൽ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തെ മറ്റേ ആ സംഭവം നമുക്ക്
പ്രിപ്പയർ ചെയ്ത് തരും. അത് ഇവരുടെ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ബഹാമസിൽ നമ്മളത് കഴിച്ചായിരുന്നു. സോ ഹായ്, ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഹൗ ആർ യു? ഓ യാ ഷുവർ, ദാറ്റ്സ് യുവർ ഷോപ്പ്. ഓക്കെ ഫൈൻ ഫൈൻ, ഐ വിൽ കം ബാക്ക് ടു യു ഡെഫിനറ്റ്ലി. ഇവർക്ക് ഈ കടലിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് കച്ചവടമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണുന്ന പോലത്തെ തന്നെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ശംഖുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടിരുന്നെങ്കിൽ ഓ അടിപൊളി. ശരിക്കും ഇതിനകത്ത് നിന്നാണ് മറ്റു സാധനങ്ങളൊക്കെ എടുക്കുന്നത് അല്ലേ? അത് എടുത്തതിന്റെ കാണിച്ചിട്ടുണ്ട്. ഇത് സംഭവം അല്ലേ? ശരിക്കും ഇതിനകത്തൊരു ജീവിയാണ്, ഇത് ജീവനുള്ളൊരു ജീവിയുടെ ഷെല്ലാണ്. ഇപ്പൊ കാണിച്ചിരുന്നു. ഓ അത് ശരി. ഓക്കെ, ഇത് ഞാൻ തായ്ലൻഡിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് തായ്ലൻഡിൽ എടുക്കാൻ ഇത് വെള്ളത്തിലിട്ട് സ്റ്റീം ചെയ്തിട്ടുണ്ട് എടുക്കുന്നത്. ഇതിൽ അങ്ങനെ എടുക്കാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊക്കെ പരിപാടികളല്ലേ, എന്തൊക്കെ പരിപാടികളല്ലേ. അപ്പൊ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ കാത്തിരിക്കുന്ന ശംഖുകളാണ് ഈ കാണുന്നതൊക്കെ. അത് മുറിച്ച് കാർവ് ചെയ്തെടുത്തിട്ട് അവര് ഓരോരോ സംഭവങ്ങൾ സുവനീർ പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതെന്താ, നമ്മൾ നേരത്തെ കണ്ട എന്തെങ്കിലും സാധനങ്ങൾ പല കഷ്ണങ്ങളൊക്കെയാണ് അല്ലേ? ടക്സ് ആൻഡ് കേക്കോസ് എന്ന് പറഞ്ഞ് ഉള്ള ഒരു വെറൈറ്റി സാധനം. എടാ നിന്നെ കല്യാണം കഴിച്ചു, മാലയിട്ടാ കല്യാണം കഴിച്ചെന്നാ? ആ നിന്നെ കല്യാണം കഴിച്ചു. ദാറ്റ്സ് നൈസ് ആക്ച്വലി, കൊള്ളാതെ സംഭവം. കടലിൽ പോയിട്ട് ഇവരുടെ കൂടെ നമ്മുടെ ശംഖ് എടുത്തോണ്ട് വന്നിട്ട് പാചകം ചെയ്ത് കഴിക്കാൻ വേണ്ടി പോവാണ്. സെറ്റല്ലേ? ഞാൻ പോയിട്ടെ. ഡാഡി നിനക്ക് നീന്താൻ അറിയോ? സ്വിമ്മിങ് അറിയോ? ഞാൻ നിന്നെ വെള്ളത്തിൽ തട്ടിയിടും. ഓക്കെ ആണോ? ഞാൻ I'll push you in the water. You okay? Bro, what is your name? My name is Son. Huh? Son. Yes. Okay, so we are going with Son, Mr. Son, for taking this conch. Yeah. So നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് കോങ്ക് കിട്ടുന്നത് നോക്കാം. ഇത് ശരിക്കും ഇത് കൊണ്ടുപോകുന്നത് നമുക്ക് ഈ സാധനം എടുത്തുകൊണ്ട് വരുന്നതിന് വേണ്ടിയാണ് അവര്. ഞാൻ ഇതിന്റെ മേളിൽ കയറി ഇരുന്നുള്ളതേ. പിടിച്ചിരുന്നോണേ, എനിക്ക് പേടിയാ, അതുകൊണ്ടാ. വാട്ട് ഈസ് ദാറ്റ്? അവിടെ ഉണ്ടല്ലേ? ഓ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കോങ് ഉണ്ട് കണ്ടോ? നമ്മുടെ നാട്ടിലെ ആൾക്കാർ കക്ക വരുന്ന പോലെ ഇവര് മുങ്ങിയെടുക്കും. ഇപ്പൊ നോക്കോണേ. ഓ വാവ്, കണ്ടോ? അതാണ് സംഭവം. ഓ വാവ്. Oh, that's nice. It's inside. Yeah, of course. It's having life. അടിപൊളി, ജീവനുള്ള സാധനമാണ് guys. Yeah. It's live, right? That's Lancome. പൊളിച്ചു കേട്ടോ. ഇത് ഇവരിങ്ങനെ പെറുക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ വള്ളം കൊണ്ടുപോകുന്നത്. ഇവിടെ ശരിക്കും ഇവർക്ക് കടലിൽ നിന്ന് ഇറങ്ങി വരുന്നത് സെറ്റാക്കാനുള്ള പരിപാടിയേ ഉള്ളൂ. ഇത് കണ്ടില്ലേ? That's cage. Sometimes I full of clinical. Nice. You see today restaurant slow. I do for too much. Okay. Some here. See? So ഇതെങ്ങനെയാണ് ഈ പരിപാടി? ഇവിടെ ഇവർ കേജ് പോലെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ എന്തോ പരിപാടികളൊക്കെയാണ്. നോക്കി ഉണ്ടോ? ഓ പൊളിച്ചോണ്ട് വരുന്നുണ്ടോ? ഓ യാ, ഇറ്റ്സ് നൈസ് മാൻ. അത് കൊള്ളാം കേട്ടോ പരിപാടി. നോക്കി ഇത് കണ്ടോ? ഇതാണ് സാധനം. കണ്ടോ? ഇതാണ് നമുക്ക് ഇതിനകത്ത് ഇതുണ്ട് കണ്ടില്ലേ? നോക്കി. ഓ ഇതാണ് നമുക്കിപ്പം ഫുഡ് കഴിക്കാനായിട്ട് എടുത്ത് തരാൻ പോകുന്നത്. ഇതിനകത്ത് ഈ സാധനം ഉണ്ടോ? നോക്കി. ഇത് ജീവനുള്ള സാധനമാണ്. നമ്മൾ ഈ ശംഖ് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് പലയിടത്തല്ലേ, പക്ഷേ ഇത് ലിറ്ററലി ഇത് ജീവനുള്ള സാധനമാണ്. കണ്ടോ? ഇതിനകത്ത് ഈ സാധനമാണ് നമ്മളെടുത്ത് കഴിക്കാൻ പോകുന്നത്. ഉണ്ടോ? അയ്യോ, ഇത് ഇവരുടെ ഒരു പ്രിപ്പറേഷനാണ്, പ്രത്യേകതരം പ്രിപ്പറേഷനാണ്. ഈ കരീബിയൻ നാടുകളിലും അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. ഇത് കഴിക്കുന്ന സാധനം ഇവിടെ പല സ്ഥലത്തും ഉണ്ട്. So you have plenty of here. So how do you get it there? Like, do you get it from somewhere and you keep it here? Yeah. So from where you get this? Yeah. Okay, it's growing here. It's coming here. How it's coming here? Before Kong, dive on coco fat, pelky salty. You put it Kong. Restaurant come sell it. You come buy it. Okay. 3,000, 4,000. I put in the cage. I catch him every day. Okay. I take some. Every day I take some. Okay. So how far you should go to get this? No, dive I go far. You go far? Yeah, go far. Okay. So ഇവര് You may put house for Kong. You put fun, put everything here. Okay. Every day some. Every day take some. Oh, that's nice. Okay. ഇവർ രാവിലെ എല്ലാ ദിവസവും നമ്മൾ ഈ കക്ക വരാൻ പോകുന്ന പോലെ ഇവർ ഈ കോങ്കിനെ എടുക്കാനായിട്ട് വള്ളത്തിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനെ ലൈവായിട്ട് കീപ്പ് ചെയ്യണമല്ലോ കടൽ വെള്ളത്തിൽ. സോ അത് ഇവരിങ്ങനെ ഇവിടെ ഒരു കേജ് പോലെ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് കീപ്പ് ചെയ്യും. അതാണ് ഇവർ ചെയ്യുന്നത്. Okay. Yeah, you good. Thank you so much. It's really good. It's a wonderful experience. അടിപൊളിയായിരുന്നു. സൂപ്പറല്ലായിരുന്നടാ? ഇഷ്ടപ്പെട്ടാ? You like it? പിന്നല്ല. സോ അങ്ങനെ നമ്മൾ
കോങ്കായിട്ട് ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കാണണ്ടേ. ഈ സാധനം ഇവർ നമ്മളെ അവിടെ കൊണ്ടുപോയിട്ട് അവരിത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരും. എന്നിട്ട് നമ്മളിത് ഇവിടെ ഇരുന്ന് കഴിക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇത് ബഹാമസിൽ വെച്ച് നമ്മൾ കഴിച്ചായിരുന്നു. പക്ഷെ നമ്മളിവിടെ ഇരുന്ന് നമ്മൾ വീണ്ടും കഴിക്കും. ഇനിയാണ് നമ്മളിത് കഴിക്കാൻ പോകുന്നത് അല്ലേ. ഓ വാ, അതങ്ങനെ എടുത്തോണ്ട് പോകും. ശരിക്കും നമ്മളെ നാട്ടിൽ കക്ക വരുന്ന പോലെ അല്ലേ. പറഞ്ഞു മനസ്സിലായി. എന്നിട്ട് അത് ഇവരെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന അല്ലേ. വേൾഡിലെ ഒരേ ഒരു ഫാമുള്ളൂ, അത് ട്രക്സംഗോസിലാണ്. അപ്പൊ പക്ഷെ ഇപ്പൊ അത് നിലവിലില്ല. അതെന്തോ കാരണത്തിലും നിർത്തിച്ചേക്കാം. ലോകത്തിലെ ഒരേ ഒരു ഫാമുള്ളൂ. ഇതിനോ? ഇതിന്റെ ഫാം. ഞാൻ തായ്ലൻഡിൽ ഈ റെസ്റ്റോറൻറ്റ് സൈഡിലൊക്കെ വിൽക്കാൻ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം ഉണ്ടാവും. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഇതുപോലെയുള്ള ധാരാളം ശംഖൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ കഴിക്കുമോ എന്ന് എനിക്ക് വലിയ ധാരണയില്ല എങ്ങനെ പരിപാടി എന്നുള്ളത്. ഇത് എടുക്കണ അതൊക്കെ അവൻ കാണിച്ചു തരും. കാണിച്ചു തരുമ്പോ അത് നമ്മുടെ നാട്ടിൽ ഒരാൾ ചെയ്തിട്ടില്ല. അത് ഇവിടെ മാത്രമേ കണ്ടിട്ടുണ്ട്. ആണല്ലേ, എനിക്കറിയില്ല. നമുക്ക് നോക്കാം എങ്ങനെ പരിപാടി എന്നുള്ളത്. റെഡി. ഇത് ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്ത് ചെയ്യുന്ന സെറ്റപ്പ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ കുളിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓ വാവ്, ഐ ക്യാൻ ടേക്ക് ലൈക്ക് ദിസ്. ഓ വാവ്, പക്ഷെ എൻ്റെ അമ്മേ. സോ ഇസ് ദിസ് ഡെഡ് ഓർ ഇസ് ഇറ്റ് അലൈവ്? You don't know that now. Still live. Still. ഇതാണ് സാധനം, കണ്ടോ? ആണോ? അടിപൊളി. നോക്കിയേ, ഇതാണ് സാധനം, കണ്ടില്ലേ? ഇതിനകത്തും ആണും പെണ്ണും എന്തായാലും ഉണ്ടാവല്ലോ. പക്ഷെ എന്നാലും ഇത് നോക്കി, ഇതാണ് കണ്ടില്ലേ. നമ്മൾ ആ ഒരു പ്രത്യേക മഷ്റൂം പോലെയാണ് ബേസിക്കലി ഇരിക്കുന്നത്, കണ്ടോ? ഇതാണ് മറ്റേ സീഷെല്ലിന്റെ അകത്തുള്ള സാധനം. ഏത് വയാഗ്രയോ? വയാഗ്രയാണോ ഇത്? എന്ത് വയാഗ്ര? ചുവയാണോ? വെറുതെ വിഴുങ്ങിയാ മതിയോ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ? അത് കാര്യമായിട്ട് ചോദിച്ചതാ, എനിക്കറിയത്തില്ല. നമുക്കിതൊന്നും ഉപയോഗിച്ച് ശീലമില്ല. അതെ, നമുക്കിതൊന്നും ഉപയോഗിച്ച് ശീലമില്ല, അതാണ് സംഭവം. Yes, brother. Kong is different from male and female. You see there some female some van. You see it? Some okay. Some van, there's Okay. female. That is female. You see male, some penis. Oh, okay. You see Kong, there's two eyes. There's eyes, 1, 2. There's eyes. That mouth. That is mouth. You see mouth? Okay. There's eyes. Oh, അത് ശരി. See Kong before you clean Kong. അതിനെ ലൈവായിട്ട് അങ്ങ് മുറിച്ചു ഗൈസ്. There's for fishermen in the water. ഇതിന് ചോരയൊന്നും ഇല്ലല്ലോ, പിന്നെ പിടയ്ക്കാനൊന്നുമില്ല. Finger. ഓക്കെ. More screen. മൊത്തത്തിൽ അരിഞ്ഞ് കളഞ്ഞു. ഒരു ജീവനുള്ള സാധനമാ. അടിപൊളി. Oh, That's cool. that's nice. So you are gonna cook this now? Yes, don't cook it. You put in the kitchen, you wash. You cut green pepper, tomato, onion juice. So you don't cook You it? make Kong salad, don't cook it. That's Fresh Kong. You are eating fresh Kong. Yes. Okay. You want to try some? I have tried, yeah, but I like it with that lemon flavor. Really? Yes. Ayo, Darby, sorry. It's okay. You just give me a small piece, yeah. It's salty? Yeah. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ. Yeah, nice. Yeah, I've tried this in Bahamas, that corn salad, yeah. Yeah. ബ്രോ, ഇത് നമ്മുടെ തേങ്ങക്കകത്തെ പൊങ്ങില്ലേ, അത് കഴിക്കുന്ന ടേസ്റ്റ് ഇല്ലേ? നമ്മുടെ തേങ്ങക്കകത്തെ പൊങ്ങില്ലേ, ആ പൊങ്ങ് കഴിക്കുന്ന ടേസ്റ്റ് ഇതിന്. എൻ്റെ പൊന്നോ, ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പച്ചക്കൊരു സാധനമൊക്കെ എടുത്ത് ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് lot of people from US, Canada, India. Okay. You eat the first things, right? That's a natural Viagra. Okay. അത് ശരി. എന്തൊക്കെയാണോ സംഭവം? അപ്പോൾ ഇത് ഒരു കരീബിയൻ സ്പെഷ്യാലിറ്റി ആണ് നമ്മളിപ്പോൾ കണ്ട ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. എന്നാലും അതിനെ എടുത്തിട്ട് അതിങ്ങനെ പുള്ളി കണ്ടിച്ച് മുറിച്ച് എടുത്ത് സെറ്റാക്കുന്ന കണ്ടില്ലേ? കഴിഞ്ഞില്ലേ? യെസ്. ഇനി നമുക്ക് കഴിക്കാം. താങ്ക് യു സോ മച്ച്. സാധനം പിങ്ക് കളറ്. ഇതാണ് അവർ അപ്പുറത്തെ കടയിൽ വെച്ച് വിൽക്കുന്നത്. ഇതൊന്ന് പോളിഷ് ചെയ്തെടുക്കും അല്ലേ? ഇത് ഭയങ്കര ഹാർഡാണ് കേട്ടോ. ഈ സാധനം കൊണ്ടാണ് അത് പൊട്ടിക്കുന്നത്. നോക്കി, ചുറ്റിക വെച്ച് അടിച്ച് പൊട്ടിച്ച്. ഇത് ഭയങ്കര ഹാർഡാണല്ലോ ഈ സാധനം. അതെ,
ആ സാധനം. എന്നിട്ട് അതിനകത്ത് ബാക്കിലിട്ട് ഇളക്കിയിട്ട് അത് സെറ്റാക്കുന്നതുണ്ടോ അന്നെങ്കിൽ തേങ്ങ പൊട്ടിക്കുന്ന പോലെ തന്നെ ആണ് പരിപാടി. നോക്കൂ. ഓ ദാറ്റ്സ് ബിഗ്. ദാറ്റ്സ് വെരി ബിഗ്. ഇനിയിപ്പോൾ നമ്മളിത് ഇവരിത് കുക്ക് ചെയ്ത് സെറ്റാക്കി അടിപൊളിയാക്കി തരും. കട്ട് ചെയ്ത് ക്യാപ്സിക്കം, ഓണിയൻ, എല്ലാ സാധനങ്ങളും കൂടി ഇട്ട് തരും. അതാണ് അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ കടലിലിറങ്ങി തിരിച്ച് കയറി വന്നു. നിങ്ങളിവിടെ മേളിലിരിക്കുമായിരുന്നല്ലോ, നിങ്ങൾ വന്നില്ലല്ലോ കടലിൽ. നിങ്ങളുടെ ബീച്ച് ഡേ ആണോ ശരിക്കും സൺഡേസ് എന്ന് പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. കടലിന്റെ യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോങ് സലാഡ്. നമ്മളിപ്പോൾ പിടിച്ച സാധനം ഇല്ലേ, അത് സാധനം ആ ജീവനോട് അരിഞ്ഞ് നാരങ്ങയൊക്കെ ഇട്ട് തക്കാളിയും പിന്നെ ബെൽ പെപ്പേഴ്സൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ടുവരുന്ന സാധനമാണ് കോങ് സലാഡ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഈ നാരങ്ങയൊക്കെ ഇട്ട് ഫ്ലേവർ ആക്കി കഴിഞ്ഞ് കഴിക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ്. കുക്ക്ഡ് അല്ല ഇത്, റോ കഴിക്കുന്നതിൻ്റെ പ്രശ്നമില്ല, ഇങ്ങനെ കഴിക്കണ്ടേ? ശരി, ഓക്കെ, അടിപൊളി. വിനിഗറിൽ കിടന്നിട്ട് ഇത് കുക്കാവും. ഫിലിപ്പീൻസുകാരുണ്ടല്ലോ, അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ വിനിഗറിലിട്ട് ലൈമ് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി അതിൽ കിടന്ന് കുക്കാവെന്ന് പറയണേ. അതിന്റെ പ്രൊസസിങ് സയന്റിഫിക് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷെ അതിലും കിടന്ന് ഈ സാധനം കുക്കാവുന്നതാണ് നമ്മള്. ശരി, ഓക്കെ, വെരി ഗുഡ്. അവരിപ്പോഴും വെള്ളത്തിലാണ്. ഇത് നോട്ട് കമ്മിങ്. കരഞ്ഞോണ്ടാണല്ലോ വരുന്നത്, എന്നെ വഴക്കുണ്ടാക്കിയെന്ന് തോന്നുന്നു. മോനുസേ പാടാ കഴിക്കാൻ പാ. യെസ്, കൊറോണ എക്സ്ട്രാ. താങ്ക് യു സോ മച്ച് ഗൈസ്. ഡാഡി വഴക്കുണ്ടാക്കി. ഡാഡി ഞങ്ങൾ കഴിച്ചോളാം. സ്പൈസി ഉണ്ടോ? നല്ല സ്പൈസി ആണോ? വേണ്ട. ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ ബഹാമസിന് ഞാൻ കഴിച്ചത് കുക്ക്ഡ് ആണെന്ന് അല്ല, കുക്ക്ഡ് അല്ലാതെ അറിയാതാ ഞാൻ കഴിച്ചത്. അപ്പൊ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇല്ല, കുഴപ്പമില്ല. ഇത് കോൺഫ്രിറ്റേഴ്സ്, പിന്നെ ഇത് ഇവിടുത്തെ ഒരു ടൈപ്പ് റൈസാണ്. ചോറും പിന്നെ മറ്റേ പയറും കൂടി ഇട്ടിട്ടുള്ള ഒരു സാധനം. എന്താ റൈസിന്റെ പേര്? പീസ് ആൻഡ് റൈസ്. ഓക്കെ, പീസും അത് എന്നല്ല ഞാൻ മലയാളത്തിൽ പറഞ്ഞത്, ചോറും പയറും ഒന്ന്. പീസ് ആൻഡ് റൈസ് ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. ഇത് കോൺഫ്രിറ്റേഴ്സ് സാധനം അടിപൊളിയാണ്. അപ്പൊ ഇവിടുത്തെ ഫുഡും ബഹാമസിലെ ഫുഡൊക്കെ ഓൾമോസ്റ്റ് സിമിലറാണ്. ഇത് നമ്മളിപ്പോൾ എടുത്ത ഈ സാധനം സെയിം സാധനം മാവിൽ മുക്കി വറുത്തിരിക്കുന്നു. സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് പോവും. ഇന്നലെ വൈകിട്ട് നമ്മൾ വീട്ടിൽ ഗ്രില്ല് ചെയ്യാനുള്ള പ്ലാനാണ്. അതാണ് പരിപാടി. ഇവിടെ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വള്ളി എടുത്തിട്ട് ഇതിനകത്ത് കയറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് ഇതിനകത്ത് കയറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നൈസ് ഒരു സ്ഥലമായിരുന്നു ഇത്. എന്താണ് എഴുതിയിരിക്കുന്നത്? റം ദ സ്പിരിറ്റ് ഓഫ് ടാക്സ് ആൻഡ് കൈക്കോസ്. അതായത് ഇവിടെ എല്ലാം ഇവരുടെ ഓരോ ഐലൻഡിനും ഓരോ ടൈപ്പ് സ്പിരിറ്റ് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ റമ്മും അങ്ങനത്തെയുള്ള പല സംഭവങ്ങൾ അവൈലബിൾ ആണ്. സോ അതാണ് നമുക്ക് കാണുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇവരുടെ കോങ് ഷാക്കിൻ്റെ അവർ ബ്രാൻഡ് ചെയ്ത ടീഷർട്ടുകളും അങ്ങനെ പല സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഒരു നാട്ടിൽ പോയിട്ട് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ ഏകദേശം ലിവിങ് കോസ്റ്റിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവും. ചേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ട് ഇവിടെ അത്യാവശ്യം ഭയങ്കര ലിവിങ് കോസ്റ്റ് ഉള്ളൊരു സ്ഥലമാണ്. ഓഫ്കോഴ്സ് ഐലൻഡുകളെല്ലാം അങ്ങനെയാണല്ലോ. ഐലൻഡ് ആയതുകൊണ്ട് നമുക്കെല്ലാം പുറത്തുനിന്ന് വരണം. ഒരു LB എന്ന് പറഞ്ഞാൽ എത്ര? അര കിലോയോ? അല്ല, അര കിലോ സംതിങ് അല്ലേ ഉള്ളൂ. തക്കാളി $1.5. അവക്കാടോ ചീപ്പായിരിക്കും അല്ലേ? അല്ലല്ലേ? അല്ല, 2 $6. ഓ, അത് ശരി. സവാള 3 LBക്ക് $3.5 എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു അപ്രോക്സിമേറ്റ് ഒരു 1.5 കിലോയ്ക്ക് $3. മാങ്ങ ഉണ്ടോ? മാങ്ങയുടെ വലിപ്പം നോക്കി. ഉമ്മാതിരി വലിപ്പം. വലിയ മാങ്ങ. പഴം 1/2 കിലോ $1.1. ഇത് വലിയ എക്സ്പെൻസീവ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ. റേറ്റ് കുറവാ? ഇത് കണ്ടോ? ഓഫറാ? ഓ, മഞ്ഞ. ഓക്കെ, ഫൈൻ. അത് ശരി. പപ്പായ ഒക്കെ ഉണ്ടല്ലോ. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓരോ സ്ഥലത്ത് പോയി കാണുമ്പോൾ ഓരോ റേറ്റ് ആണ്. ഇവിടെ $4.5 തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെള്ള സവാള വിലയുണ്ട്. കുട്ടി സവാള $7, $8. ഇപ്പൊ ഇതൊക്കെ ഒരു $5, $6 റേഞ്ച് കിട്ടും. ഇതല്ല കണ്ടല്ലേ? ഇതുണ്ടോ? ബേക്കൺ ചിക്കൻ $6. പിന്നെ ഈ റൈസ് കണ്ടില്ലേ? ഇത് $5. ഇതൊരു കടയിൽ പോയി ഒരു റൈസ് കഴിക്കണേ എത്ര വേണം? മിനിമം ഒരു 10-15. ഒരു $10-15 വേണ്ടേ? ഇതാണ് നിങ്ങൾ പറഞ്ഞ ഇവരുടെ മറ്റേ ബ്രൗൺ റൈസ് അല്ലേ? ആണോ? സ്പാനിഷ് യെല്ലോ റൈസ് ഇതാണോ? അത് വേറെ റൈസ് ഉണ്ട്. ഇതെല്ലാം ചൂടോടെ കിട്ടുമല്ലോ ഇവിടെ. ഓ,
പീസ് ആൻഡ് റൈസ്. പീസ് ആൻഡ് റൈസ്. ഓക്കെ, നമ്മുടെ മനസ്സിലായി. രാജ്മ എന്ന് പറഞ്ഞാൽ അതെ, രാജ്മ ഇട്ട സാധനം. ജഗ് ചിക്കൻ ചിക്കൻ ഓക്കെ ആണോ പ്രൈസ് ഒക്കെ? ചിക്കൻ അല്ലേ? ചിക്കൻ ആ പിന്നെ അതുണ്ട്. ഇത് നമ്മുടെ ഏത്തക്കായ പ്ലാന്റൈൻ അല്ലേ? പ്ലാന്റൈൻ അല്ലേ? ചെറുപഴം, ഇല്ലില്ല, വലിയ പഴത്തിന്റെ. അത് ഗ്രില്ല് ചെയ്തെടുക്കും. ഇല്ല, പിന്നെ വെറുതെ ഫ്രൈ ചെയ്യും. ഗ്രില്ല് ചെയ്യല്ല, തൊലി കളഞ്ഞിട്ട് വെറുതെ എണ്ണയിലിടും. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യും, തൊലി കളഞ്ഞിട്ട്. പഴംപൊരി ഇത് നമ്മൾ മറ്റേ മാവ് ഞാൻ കരുതി ഗ്രില്ല് ചെയ്യുന്നതാന്ന്. അല്ലല്ലേ? അത് ശരി. അത് ബഹാമസി വെച്ച് ഞാൻ കഴിച്ചായിരുന്നു. ഞാൻ ചോറ് വാങ്ങിച്ചപ്പോ ചോറിന്റെ കൂട്ടത്തിൽ പഴം വെച്ച് തന്നത്, പുഴുങ്ങിയ പഴം. നമ്മുടെ നാട്ടില് ഒരു സദ്യക്ക് ചെന്ന് നമുക്ക് ആദ്യം തന്നെ എന്താ ചോറ്, എരിവും, ലാസ്റ്റിലെ പായസത്തിലേക്ക് വരും. ശരിക്കും അത് തിരിച്ചറിഞ്ഞു. ശരി. പായസമാണ് ഫസ്റ്റ് കഴിക്കേണ്ടത്. അതെന്നാ? അതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആമാശയല്ലേ, ആമാശിന് ഏറ്റവും ഇഷ്ടം മധുരം. അത് ശരി, മധുരം ആണ് ഏറ്റവും ഇഷ്ടം. പിന്നെ എന്തിട്ട് കൊടുത്താലും ആമാശയം ഹാപ്പി ആയി. ആണോ? പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് മധുരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, പെട്ടെന്ന് വയറ് നിറയും. അതിലൊരു ഷെഫ് പറഞ്ഞിട്ടുള്ളൂ. ആണോ? ഓ, ഇതാണ് നിങ്ങൾ പറഞ്ഞ ബീഫ്. ഓ, ഇതിന് $27. ഇത് മറ്റേ ഷോർട്ട് ട്രിപ്സ് 3 എണ്ണം $37. റിബ് സ്റ്റേക്ക്. അങ്ങനെ ഓരോ പീസിന് ഓരോ റേറ്റ് ആണ് അല്ലേ? ഓരോ ഭാഗത്തിന് ഓരോ റേറ്റ് ആണ്. അതെ, ഇത് സ്നാപ്പർ അല്ലേ? ഇത് ഗ്രില്ല് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഫിഷാ, റെഡ് സ്നാപ്പർ. ഇത് മറ്റേ ടെൻഡർ ലയൺ സ്റ്റേക്ക് പീസാണ്, സ്റ്റേക്ക് കട്ട് $35. സാൽമൺ ഫില്ല് $10 ഒരു പീസ്. ഇത് മറ്റേ ഫ്ലേവേർഡ് ബീഫ് ബോൺലെസ് റിബ് സ്റ്റേക്ക് $20 ഒരു പീസിനല്ലേ? നമ്മളാ കിലോ കണക്കിന് വാങ്ങിച്ചോണ്ട് പോകും നമ്മുടെ നാട്ടില്. ഇത് 1 കിലോ ഉണ്ടാവുമല്ലോ ഈസിയായിട്ട്. 1 കിലോ ഉണ്ട്. അതെ, 1.84 LB. 1.84 LB എന്ന് പറയുമ്പോ 1 കിലോ ഇല്ല എന്തായാലും. ഇല്ല അത്ര LB. 1 LB എന്ന് പറഞ്ഞാൽ എത്ര? 1/2 കിലോ ഇല്ലേ? 1 കിലോ അടുത്തേ ഉള്ളൂ, തികച്ചില്ല. ഓക്കെ, ഇതാണോ കൊങ്ക്? ഇത് നമ്മുടെ നാട്ടിലില്ല ഈ സാധനം. ഓക്കെ, ലോക്കലി കോട്ട് കോങ്ക് ആണോ? ഇത് എന്താ നമ്മൾ പറയാ? ഇത് എന്തിനെ ഉപമിക്കാൻ പറ്റും? ഇത് കൈൻഡ് ഓഫ് ഷെല്ലാണല്ലേ? ഷെല്ലിനുള്ളിൽ എടുക്കുന്നത്. ഓക്കെ, കോങ്ക്. ലോബ്സ്റ്റർ കട്ട് ചെയ്ത് വെക്കും. ഒരു ചെറിയ പീസിന് $17. ഇന്നത്തെ ആകെ ഇത്തരം ഭാഗത്ത് കുറച്ച് ദശ ഉണ്ടാവും അല്ലേ? ഇത്ര ഉണ്ടാവും. ഇതെന്താ സാധനം? തലയോ? സാൽമണിന്റെ തല $10. അതിന് വില കുറവാ തലയ്ക്ക്. ഇത് തലക്കറി ഉണ്ടാക്കുമോ നിങ്ങള്? ഉണ്ടാക്കുമോ? ഇത് നമുക്ക് സാൽമൺ ഇഷ്ടമല്ല. ഞാൻ ഇത് വാങ്ങിക്കാം. ഏതാ? പിള്ളേർക്ക് ഇങ്ങനെ മറ്റേ ബട്ടറിലിട്ടിട്ട് അടിപൊളി അടിപൊളി അടിപൊളിയാ. കട്ട് ചിക്കൻ വിങ്സ്. കാല്, ഒരു കാല് കഴിക്കും. ഏറ്റവും കൂടുതൽ സൂപ്പ് കഴിക്കണല്ലേ കാലല്ലേ? കോഴിക്കാല്. കളയുന്ന സാധനം വില നോക്ക്. $5 നമ്മൾ കളയുന്ന സാധനമാണ്. ഇതുണ്ടോ? സ്പ്രിംഗർ മൗണ്ടൻ 15 പീസ് ബക്കറ്റ് $20. മദ്യത്തിന് വില കൂടുതലാണല്ലോ. ഐലൻഡ് ഗ്രീൻ ഞാൻ എയർപോർട്ടിൽ കണ്ടത് $70 ആയിരുന്നു. ഇവിടെ 111. സോ ഇവിടെ മദ്യത്തിനും വില കൂടുതലാണ് ഗൈസ്. പക്ഷേ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ജോണി വാക്കർ ഡബിൾ ബ്ലാക്ക് $90, $75. ഇതൊക്കെ US $50, $55 ഉള്ളൂ. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡബിൾ. അപ്പോൾ ഇവിടെ ഇൻകം ടാക്സ് ഇല്ല, ബാക്കി എല്ലാത്തിനും ടാക്സ് ഉണ്ട് അല്ലേ? നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ടാക്സ് മാത്രമല്ല, അത് നമ്മൾ കസ്റ്റംസ് വാങ്ങിക്കുമ്പോ നമുക്ക് ടാക്സ് നമ്മൾ ഇത് ഇടാനുള്ള ഇല്ല. അത് ടാക്സ് കൂടി കണക്ക് കൂട്ടിയിട്ടാണ് ഒരു പ്രൈസ് ഇടുന്നത്. അതെ അതെ, മനസ്സിലായി മനസ്സിലായി. പെട്രോളിന് എത്ര രൂപ ഇവിടെ ഗാലൻ? പെട്രോൾ ഡീസലൊക്കെ $7 US 3-3.25 നേരെ ഡബിൾ. ഓഫ് എൻ്റെ ദൈവമേ. അത് ശരി. ഒരു ഗാലൻ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ വരും? 3-3.5 ലിറ്റർ. അതിനാണ് $7. ഓക്കെ, US ചീപ്പാണ്. US ആയിരിക്കും ഇവർക്ക് ഫ്യൂല് കൊടുക്കുന്നത് അല്ലേ? അല്ലേ? അവിടെ നിന്ന് വരുമോ? ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ഓ, അത് ശരി. ഓക്കെ, ഫൈൻ. ഇതെന്താണ്? ഓറഞ്ച് ജ്യൂസാ? ടർക്സ് ആൻഡ് കൈക്കോസ് ഒറിജിനൽ ഹാൻഡ് മെയ്ഡ് പാഷൻ ഫ്രൂട്ട് ലിക്കർ. പാഷൻ ഫ്രൂട്ട് ലിക്കറോ? പക്ഷെ എൻ്റെ അമ്മേ, ഇതിന്റെ കളർ നാളെ കാണിച്ചാ. ഇത് നമ്മുടെ കണ്ടു കഴിഞ്ഞാൽ മാംഗോ ജ്യൂസ് പോലെ ഉണ്ടല്ലോ. ഹാൻഡ് മെയ്ഡ് $54 അതിന്. ഡോൺ മാർട്ടിൻ റമ്മെന്ന്. ഇവിടെ റം ഉണ്ടാക്കുന്ന ഡിസ്റ്റിലറി ഒക്കെ ഉണ്ടാവും. ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ? റമ്മിന്റെ മെയിൻ സംഭവങ്ങളല്ലേ? അവിടെ ബഹാമസിൽ കണ്ടായിരുന്നു ഞാൻ ധാരാളം റം, അവരുടെ സ്വന്തം ബ്രാൻഡുകൾ, റമ്മും കാര്യങ്ങളൊക്കെ. ശരിക്കും ഈ സൂപ്പർ മാർക്കറ്റിന്റെ പകുതി ലിക്കറാണല്ലോ അവിടെ ഇവിടെയൊക്കെ. ബോട്ടിൽസ് കണ്ടില്ലേ? എന്താണ്
$81 ഒരു സാധനമാണ്. എനിക്ക് എൻ്റെ ദൈവമേ, കുപ്പിയൊക്കെ ഉണ്ടോ? എൻ്റെ പൊന്നു. സിറോക്ക് ലിമിറ്റഡ് എഡിഷൻ ബ്ലാക്ക് റാസ്ബെറി 5x ഡിസ്റ്റിൽഡ് പ്രോഡക്റ്റ് ഓഫ് ഫ്രാൻസ്, $125. വലിയ വലിയ ഓരോരോ സംഭവങ്ങൾ. എന്തൊക്കെ ഡ്രിങ്കുകളാണെന്നറിയോ? ഇത് മൊത്തം ബിയർ, എഴുതാൻ മൊത്തം നൈസ് സാധനങ്ങളാണ്. അതായത് കേസ് കണക്കിന് ബിയർ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് ഇവിടെ ചില്ലറിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത് അല്ലേ? അടിപൊളി. ഇത് എന്തോരം ബിയറാന്ന് നോക്കി. കൊറോണ എക്സ്ട്രാ, ഗിന്നസ്, ബംബാര എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കൽ ബിയറാണ്. ബിയർ അല്ല, റം പോലത്തെ ഒരു സാധനമാണിത്, ബംബാര. പിന്നെ ഇത് കോക്ടെയിൽസ് പോലെ കിട്ടും. അങ്ങനെ പല പല സാധനങ്ങൾ. കൊറോണ എക്സ്ട്രാ, കൊറോണ, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഹൈനക്കൻ, പൈനാപ്പിൾ, റാറ്റ്ലർ, കൂൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിയറൊക്കെ ഇങ്ങനെ തണുപ്പിച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അത് കേസ് കണക്കിന് വാങ്ങിച്ചുകൊണ്ട് പോകാം. അതിങ്ങനെ നേരെ എടുത്തുകൊണ്ട് പോയിട്ട് കേസ് എടുത്തുകൊണ്ട് പോയിട്ട് ഉപയോഗിക്കാം, വാങ്ങിച്ച് കുടിക്കാം. അതാണ് സംഭവം. ഇവരുടെ ബോട്ടിലിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. വീട്ടിലും പാക്കേജാണ് ഇത്. ഇവരുടെ ടക്സ് ആൻഡ് ടക്കീല എന്നും പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. അതായത് ഈ രാജ്യത്തിൻ്റെ ഓൺ സംഭവമാണ് ടക്സ് ആൻഡ് ടക്കീല. ഇത് കണ്ടോ? ഇതെന്താ ഇത് വീട് പോലെ ഉണ്ടല്ലോ. പക്ഷെ എൻ്റെ അമ്മേ, ഇത് ഇവിടുത്തെയാണോ? ടക്സ് ആൻഡ് കൈക്കോസ് റെയിംസ് 7194 കിലോമീറ്റർ. ഇത് വോക്കയാ? ഷാംപെയിനോ അല്ലോ? ഇത് നോൺ ആൽക്കഹോളിക് വൈനാണ് സംഭവം. യെസ്. എന്തൊക്കെ പാക്കിങ് അല്ലേ? പാക്കേജിങ് കണ്ടില്ലേ? നോൺ ആൽക്കഹോളിക് വൈൻസ്. ഇവിടെ മദ്യമാണല്ലോ മൊത്തം. കണ്ടില്ലേ? വൈനൊക്കെ വൈൻ ബോട്ടിൽസ് വെച്ചിരിക്കുന്നുണ്ടല്ലേ? ഇത് വൈൻസ് ഫ്രം സ്പെയിൻ, വൈൻ ഫ്രം ഇറ്റലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൈൻ. നല്ല അടിപൊളിയായിട്ട് എനിക്ക് എന്താ അറേഞ്ച്മെൻറ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോരം വൈൻ വന്നതിക്ക് വേൾഡ് വൈഡ് വൈൻ ഇവിടെ കിട്ടും. പിന്നെ ഇത് വൈൻസ് ഫ്രം ഫ്രാൻസ്, ഇതെല്ലാം ഫ്രാൻസിലെ വൈനാണ്. പിന്നെ ഷാംപെയിൻ വേറെ വെച്ചിരിക്കുന്നു. ഓ കിടില്ല കേട്ടോ. ഇവരുടെ അറേഞ്ച്മെൻറ്റും ഡെക്കറേഷനും എനിക്ക് ഇഷ്ടപ്പെട്ടു. മദ്യത്തിന് വില കൂടുതലാണ്. ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ കമ്പാരിറ്റീവ്ലി വില ഉണ്ട്. ചിലതിനുണ്ട്, ചിലതിനില്ല. അങ്ങനെ പല സംഭവങ്ങളും. നൈസല്ലേ? നമ്മളിന്ന് ഇവിടെ രാത്രിയിൽ ഗ്രില്ലാണ്. ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? അപ്പോൾ ഒരു കൈയുണ്ട്. ജർബ് ചിക്കനാ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച ആ ഒരു സാധനം അല്ലേ? അപ്പോൾ ആ സോസ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കിടിലൻ സോസായിരുന്നു. അത് നല്ല കിടിലൻ സോസായിരുന്നു. അത് നാട്ടിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ച് കഴിച്ചേനെ. ഇവിടെ നിന്ന് കൊണ്ടാടൊന്നും പറ്റില്ല, അത്രയും ദൂരം. സോ ജർബ് ചിക്കൻ, നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ 2-3 ജർബ് ചിക്കൻ്റെ സോസ് കൊണ്ടുപോകാമോ? പിന്നെ ഇവിടെ കോൺ, അങ്ങനെ പല പരിപാടികൾ. ഹലോ, നമ്മളിവിടെ കരീബിയൻ സ്റ്റൈൽ പഴം വറുത്തത് അല്ലേ? എന്താ ഇതിൻ്റെ പേര്? ഇതിന്റെ ഫ്രൈ പ്ലാന്റ് എന്ന് പറയും. ഓക്കെ, കരീബിയൻ സ്റ്റൈൽ. ഇവരുടെ മീലിൻ്റെ കൂടെ കിട്ടുന്ന സാധനം ഇങ്ങനെയാണോ? അതായത് ഇതൊരു മീലാണ്. ഓ ആ ശരിയാണല്ലോ. നമ്മൾ റൈസ് കഴിക്കില്ലേ? നമ്മൾ റൈസ് കഴിക്കുന്നത്, നമ്മുടെ റൈസ് അവരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ ഭാഗമാണ്. പച്ചക്കായ എടുത്തിട്ട് വെറുതെ അപ്പൊ എണ്ണയിലിട്ട് ചുമ്മാ വറക്കും, അത്രേ ഉള്ളൂ. നോക്കാം എന്താ പരിപാടി. അത് പകുതി ഇത് വറുത്തില്ല, പകുതി വറക്കും. ഓക്കെ, ശരിക്കും സ്പാനിഷ് ഫുഡാണ് കേട്ടോ. കരിബിയന്റെ ഫുഡ് ഈ സാധനം കിട്ടും. ഇതിന് നമ്മൾ ചിലവർ ഇതിന്റെ വുഡ്, നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്ന പോലത്തെ സാധനം അല്ല, വുഡിന്റെ കിട്ടും, ഇതിന്റെ കിട്ടും. അത് നമ്മൾ ഈ 50% ചെയ്ത ഈ പ്ലാന്റ് തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കും. അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മർക്കും. അപ്പൊ എന്തായി ഇങ്ങനെ കിട്ടില്ലേ? ഓ വാവ്, ഓക്കെ. എന്നിട്ട് ആ ബാക്കിയുള്ള 50% നമ്മൾ ഇതിന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കും. വീണ്ടും ഡീപ് ഫ്രൈ ചെയ്യും. ബാറ്റർ ഒന്നുമില്ല, ബാറ്റർ ഒന്നും മുക്കില്ല. ഇല്ല, ഒന്നുമില്ല. മാവൊന്നും മുക്കില്ല അല്ലേ? ഒന്നുമില്ല. ഓക്കെ, ഇതാണ് ഇവിടെ നമ്മൾ ചോറ് തിന്നണത് എങ്ങനെയാ? ചോറ് തന്നെ തിന്ന് നമ്മള് നമ്മുടെ നാട്ടിലുള്ള ഒരു ഇതുണ്ടല്ലോ, മനസ്സിലായി. നമ്മള് പഴംപൊരി ഉണ്ടാക്കുമല്ലോ, പഴംപൊരിയുടെ വേറൊരു വേർഷൻ. ഇത് പച്ചപ്പഴം. അപ്പൊ ഇതിന് മധുരം കിട്ടാവില്ല അല്ലേ? പച്ചപ്പഴം എന്ന് പറയില്ല, അല്ല പഴത്തിന്റെ പഴം എന്നല്ലേ പറയുന്നേ? അങ്ങനെ ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ പഴം എനിക്കറിയത്തില്ല, പച്ചക്കായെന്ന് പറയുള്ളല്ലേ. ഞങ്ങളവിടെ കായ എന്ന് പറഞ്ഞാൽ മൊത്തത്തില് സീഡിന്റെ കായ എന്ന് പറയും. അതായത് എന്ത് ഇപ്പൊ കായ, നേന്ത്രക്കായ, അങ്ങനെ പലതിനും കായ എന്ന് പറയും. പിന്നെ വേറെന്താ കായ പറയുന്നത്? തേങ്ങ എന്ന് പറയുന്ന കായല്ലേ? അതെ, കുരു എന്നുള്ള അർത്ഥത്തില് കായ എന്ന് പറയും. പിന്നെ ചില നാട്ടില് പഴത്തിന് മാത്രം കായെന്ന് പറയില്ല, പച്ചപ്പഴത്തിന് കായ എന്ന് പറയും. അങ്ങനെ വ്യത്യാസമുണ്ട്. അതെന്താ സംഭവം? അത് ഇതുമായിട്ട് ബന്ധമുള്ളതാണോ? ഇത് നമ്മള് ആ ജാക്ക് ചിക്കനിലേക്ക് സോസ് ഉണ്ടാക്കുന്നുണ്ടോ? ഓ,
എനിക്ക് വയ്യ. എന്ത് മണം ആ സാധനത്തിന്. ആ സോസ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ജർക്ക് ചിക്കൻ സോസ് അല്ലേ, നാട്ടിൽ കിട്ടുമോ നോക്കണം. ആ പരത്തിയ സാധനം വീണ്ടും ഇട്ടിട്ട് ബാക്കി വറക്കും, ഫുള്ള് വറക്കും. ഇനി ഇതിനെ 100% ഫ്രൈ ചെയ്തെടുക്കും. എന്താ അല്ലേ, അകത്തും പുറത്തും അറ്റ് എ ടൈം സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് പാചകം ചെയ്യുക. അറ്റ് എ ടൈമാണ് പുറത്തും അകത്തും എല്ലാം കൂടെ പാചകം ചെയ്യുന്നത്. ഭയങ്കര സ്കില്ലാട്ടോ അത്. ഇവിടെ ചിക്കൻ കാല്, ജർക്ക് ചിക്കൻ, അതായത് ജർക്ക് ചിക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു സോസ് ഉണ്ട്, ഒരു ടാങ്കി സ്പൈസി സ്വീറ്റ് അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലേവറാണത്. അത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഇച്ചിരി പുളിയും മറ്റൊക്കെ ഉണ്ട്. ആമസോണിൽ നോക്കിയപ്പോൾ ആമസോണിൽ ഈ സാധനം കിട്ടാറുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. അതായത് ജർക്ക് ചിക്കൻ സോസ് വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് ചിക്കൻ ഇതേപോലെ ഗ്രില്ല് ചെയ്തിട്ട് ഇത് അതേപോലെ തന്നെയുള്ള ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോസാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഹോം മെയ്ഡ് ഉണ്ടോ. അത് പക്ഷേ ജർക്ക് ചിക്കൻ്റെ ഫ്ലേവർ അല്ലേ അത്, അല്ലേ? ഓ ചൂടാ, ജ്യൂസി ചിക്കൻ നോക്കിയാ കടിക്കരുത്, കടി ചൂടാ. ഇല്ല മിച്ചാമി അടിപൊളി, ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആട്ടോ അത്. ഇത് ഞാൻ കുറച്ചുണ്ടോ. ജമൈക്കൻ ജർക്ക് ചിക്കൻ സോസ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ കിട്ടും. അങ്ങനെ നമ്മളെ വീട്ടില് ഗ്രില്ലെല്ലാം ചെയ്ത് തിരിച്ച് തന്നെ ഇവര് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവിട്ടു. നമ്മൾ നാളെ കാണും. നമ്മൾ നാളെ കാണില്ല. അയ്യോ ചേച്ചി പോവല്ലേ, അയ്യോ ചേച്ചി പോവല്ലേ, അയ്യോ ചേട്ടൻ പോവല്ലേ, അയ്യോ ചേട്ടൻ പോവല്ലേ. നമുക്കിനി കാണാം. നിങ്ങൾ നാട്ടിൽ പോവല്ലേ, നിങ്ങൾ നാട്ടിൽ പോവല്ലേ. ഞാൻ നാട്ടിലെത്തുന്നതിന് മുമ്പ് നിങ്ങൾ നാട്ടിലെത്തില്ലേ, ഇല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും സീ യു, ബൈ. ഓക്കെ, ഞാൻ നവംബറിലേ എത്തുള്ളൂ. നവംബറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 2 മാസം കഴിഞ്ഞല്ലേ എത്തുള്ളൂ. ഞങ്ങളിനി വരും. നാളെ നമ്മൾ ഇവിടുന്ന് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് പോകും. അത് മറ്റൊരു രാജ്യമാണ്, അത് നമ്മുടെ 82nd കൺട്രി, 82ാമത്തെ രാജ്യമാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്. അവിടേക്ക് നാളെ പോകും. അപ്പോൾ ബാക്കി കാഴ്ചകൾ നാളെ കാണാം. എന്തായാലും നിങ്ങളെ കണ്ടുകൊണ്ട് ഇവിടുത്തെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങൾ ഓരോ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പേടിച്ചിട്ട് ഞാൻ വീടിന്റെ സ്റ്റെപ്പ് പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞല്ലേ, ഇന്നലെ രാത്രി ഒരു അബദ്ധം പറ്റി, ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ബൈ.